സഫിയാസ് വൈബിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്, സവാള 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിയില 1 പിടി. പിന്നെ പൊടിക്ക് ആവശ്യമായ പൊടി നമുക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് 2 ടീസ്പൂൺ. നെയ്യില്ലെങ്കിൽ ഡാൽഡയോ പിന്നെ ബട്ടറോ വെളിച്ചെണ്ണ എന്താന്ന് വെച്ചാൽ ഇത്തിരി, അതൊരു പൊടിയൊന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൊടി ഒഴിക്കാനുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് നമുക്കിടാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നമുക്കിത് വേവിച്ചെടുക്കുക. അപ്പൊ നമുക്ക് ചിക്കൻ വേവിക്കാൻ വെക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ ചിക്കനിൽ വെള്ളം അധികം ഇല്ലായിരുന്നു, അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി, പെട്ടെന്ന് വേകും. അപ്പോ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ ചിക്കൻ വേകട്ടെ. ഇച്ചിരി നേരം കൊടുക്കും, പെട്ടെന്ന് വേകും. ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ, അതും കൂടെ വറ്റിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. വെച്ചിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ. കുറച്ച് ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ വെക്കും. ഇപ്പൊ ചിക്കൻ വെന്തോന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ചു നേരം തണുക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കണം. അപ്പം നമുക്ക് ഇതില് നിറയ്ക്കാനുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇത് തണുക്കണ നേരം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പൊ സമൂസയുടെ മസാല ഉണ്ടാക്കാം നമുക്ക്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് 3 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിയണം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചിക്കനിൽ ചേർത്തതാണ്. ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട്. 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലിട്ടതാണ്. പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ, കുരുമുളകും ഇടുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാം. ഞാനിപ്പോ അധികം എരിവ് ഇടുന്നില്ല. ഇതിന്റെ പച്ചച്ചവ എല്ലാം മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമുളകിന്റെ ഒക്കെ മാറി ഉള്ളി ഒന്ന് ശരിക്കും വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1-2 സാധനം കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പൊ നോക്കണം. അപ്പൊ ഞാനിപ്പോ ഇതിലോട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമുക്ക് മസാല ആകുന്ന നേരം കൊണ്ട് ചിക്കൻ വേവും നമുക്കൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി സമയം അടിക്കരുത്, ജസ്റ്റ് ഒന്ന് അടിക്കാൻ, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞെടുക്കാൻ മതി. അതല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചെടുത്താലും മതി. ഞാനിപ്പോ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുവാണ്. നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ചൂടൊക്കെ ഇപ്പൊ ആറിയിട്ടുണ്ട്, ഇതാ ചൂടെല്ലാം ആറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് വീതം ഇട്ടിട്ട് ചെയ്യണം, 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം. സമൂസ നിറയ്ക്കാനുള്ള ഷീറ്റിനുള്ള പൊടി കുഴച്ചെടുക്കാം. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുറച്ച് പൊടി വെക്കുന്നുണ്ട്, അത് പരത്താനായിട്ട് കുറച്ച് പൊടി മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ്, ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടറാ നെയ്യ് എന്താന്ന് വെച്ചാല് 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായിട്ട് ആ നെയ്യും ഉപ്പും എല്ലാം നന്നായിട്ട് പൊടിയിൽ നല്ലോണം പിടിക്കുന്നവരെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക. നമ്മുടെ പൊടി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പരത്തിയിട്ട് ചൂടാം. പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്തിരി സോഫ്റ്റ് ആവരുത്, എന്നാലും ജസ്റ്റ് നെയ്യ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ഫ്ലേവറും വരും. ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. നമുക്ക് എന്നിട്ട് പൊടി കുഴച്ച് പരത്തിയിട്ട് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം. സമൂസയുടെ ഷീറ്റിനുള്ളത് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെറിയ ഒരു നാരങ്ങ വലിപ്പത്തില് ഉണ്ടാക്കണം. നന്നായിട്ടിങ്ങനെ ഉരുട്ടി ഓരോ ഇതായിട്ട് വെക്കണം. നമുക്കപ്പോൾ ഇത് പരത്തിയെടുക്കാം. നമുക്കിത് സമൂസയുടെ സൈഡ് ഒട്ടിക്കാനായിട്ട് ഒരു ഇത്തിരി മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, സൈഡെല്ലാം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി കൂടെ വെള്ളം ഒഴിക്കുക. ഷീറ്റ് കട്ട് ചെയ്യണം. നടുവേ ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ 3 ആക്കി കട്ട് ചെയ്യുക. വീണ്ടും അതേപോലെ തന്നെ. അപ്പൊ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ 2 എൻഡും എടുത്തിട്ട് നമ്മുടെ ഗമ്മ ഇത്തിരി തേച്ച് കൊടുക്കുക, സൈഡ് ഒട്ടിക്കുക, ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക, പുറത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുമായിട്ട് യോജിപ്പിക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടെ എൻഡിലും തേച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് ഇതിൽ, കാരണം മസാല പുറത്തോട്ട് വരരുത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ കറക്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെറിയ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വലുത് വേണമെങ്കിൽ വലുതായിട്ട് പരത്തിയിട്ട് അതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ ഇരിക്കും കേട്ടോ, കറക്റ്റ് ഷേപ്പിൽ കിട്ടും നമുക്ക്. അങ്ങനെ എല്ലാം ഫില്ല് ചെയ്തെടുക്കാം നമുക്ക്. നമ്മൾ ഷീറ്റൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഷീറ്റ് വാങ്ങാറില്ല, എനിക്ക് ഇഷ്ടമല്ല ഷീറ്റ്. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ എപ്പോഴും പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്.
കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സമൂസ. എപ്പോഴും ഉണ്ടാക്കി കൊടുത്താലും അവർക്കൊക്കെ ഇഷ്ടം. കറക്റ്റായിട്ട് വരും. നമ്മളത് ആ പരത്തി കറക്റ്റ് 6 പീസാക്കണം ഒരു റൗണ്ട്. അപ്പൊ ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും നമുക്ക്. കണ്ട, അതെല്ലാം ഫില്ല് ചെയ്യാം. എല്ലാം ഉണ്ടാക്കിയെടുക്കാം. എല്ലാം പരത്തിയിട്ട് ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് പൊരിക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. 2ആയിട്ട് കട്ട് ചെയ്യാം. വീണ്ടും അത് 3 ആക്കണം. 6 എണ്ണം കിട്ടും. അപ്പൊ ഒരു റൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ 6 പീസ് കിട്ടും കറക്റ്റ്. ഇത് ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മുടെ സമൂസ പൊരിക്കാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. സമൂസ ഇട്ട് കൊടുക്കാം. മുകളിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാത്തിന്റെ മുകളിൽ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം. മറിച്ചു കൊടുക്കുക. സമൂസ ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഞാനിപ്പോ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒത്തിരി ആയാലും പെട്ടെന്ന് അങ്ങോട്ട് ഇതായിട്ട് ഉള്ളു വേഗമില്ല. നമുക്കിത് എടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. കുറച്ചൊരു 5-6. ഇതിപ്പോ ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു 8 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുകളിൽ ഇങ്ങനെ എണ്ണ കോരി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അധികം തീ വെച്ച് കൊടുക്കരുത്. കാരണം ഒത്തിരി ആയാൽ പെട്ടെന്ന് അങ്ങോട്ട് ഇതാവും. നല്ലോണം പതുക്കെ ഇരുന്ന് വേണം. ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഗോൾഡൻ കളർ ആവുമ്പോൾ എടുക്കണം. ജസ്റ്റ് ഒന്ന് അടിപൊളി ഇതായാലും മതി. നമുക്കിത് എടുക്കാം. ഇതായിട്ടുണ്ട്. സമൂസ ഇട്ട് കൊടുക്കാം. എല്ലാം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. നമ്മൾ സമൂസ എല്ലാം പൊരിച്ചു കഴിഞ്ഞു. ഇനി പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.